എന്താണ് ഡയഗ്നോസ്റ്റിക് പാരാമെഡിക്കൽ ഫീൽഡ്? ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ രോഗനിർണയം, അതായത് രോഗനിർണയത്തെ സഹായിക്കുന്ന പാരാമെഡിക്കൽ ഫീൽഡുകളാണ് ഈ ഡയഗ്നോസ്റ്റിക് പാരാമെഡിക്കൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതിൽ പ്രധാനമായിട്ട് 4 ഫീൽഡുകളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. 1 മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, 2 റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി, 3 കാർഡിയാക് കെയർ ടെക്നോളജി, 4 ഒഫ്താൽമിക് ടെക്നോളജി. ഒന്നാമത് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി അഥവാ MLT. ഈ കോഴ്സ് പാസ്സായ ലാബ് ടെക്നീഷ്യൻസ് നമ്മുടെ ബ്ലഡ്, യൂറിൻ, സ്റ്റൂള് തുടങ്ങിയവ അനലൈസ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് നമുക്ക് തരുന്നു. ഇതിലൂടെ നമ്മുടെ രോഗനിർണയത്തെ സഹായിക്കും. ഈ കോഴ്സ് പാസ്സായവർക്ക് ലബോറട്ടറികളിൽ, ഹോസ്പിറ്റലുകളിൽ, ഫോറൻസിക് ലാബുകൾ, ബ്ലഡ് ബാങ്കുകൾ, പല ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിലൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് നിലവിലുണ്ട്. ഈ മെഡിക്കൽ ലാബ് ടെക്നോളജിയിൽ ഒരുപാട് സ്പെഷ്യലൈസേഷൻസ് സാധ്യതകളുണ്ട്. പ്രധാനമായിട്ടും മൈക്രോബയോളജി, ഇമ്മ്യൂണോളജി, പതോളജി, ഒട്ടനവധി സ്പെഷ്യാലിറ്റികളുള്ള ഒരു ഫീൽഡാണിത്. രണ്ടാമത്തത് റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി. മറ്റൊരു ഡയഗ്നോസ്റ്റിക് പാരാമെഡിക്കൽ ഫീൽഡാണ് റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി. ഈ റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി നമുക്ക് ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി, MSc അങ്ങനെ പലതരത്തിലുള്ള കോഴ്സുകൾ നിലവിലുണ്ട്. ഈ കോഴ്സ് പാസ്സായവർക്ക് ക്ലിനിക്കുകൾ, ഹോസ്പിറ്റലുകൾ, ഫോറൻസിക് മേഖല, കമ്പനികൾ അങ്ങനെ പല മേഖലകളിലും ജോലി ലഭിക്കുന്നതാണ്. ഒട്ടനവധി ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ് റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി. ആദ്യകാലങ്ങളിൽ എക്സ്റേ മാത്രമേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ പിന്നീട് CT സ്കാനും MRI സ്കാനും PET സ്കാനും മാമോഗ്രഫി അങ്ങനെ ഒട്ടനവധി സ്കാനിങ് ടെക്നിക്കുകൾ ഈ ഫീൽഡിൽ ഉണ്ടായിട്ടുണ്ട്. AI കാലഘട്ടം വന്നതോടുകൂടി ഇന്ന് AI അസിസ്റ്റഡായിട്ടുള്ള പല മെഷീൻസും ഇന്ന് റേഡിയോളജി വിഭാഗത്തിൽ നിലവിൽ വന്നിട്ടുണ്ട്. മൂന്നാമത്തെയാണ് കാർഡിയാക് കെയർ ടെക്നോളജി അല്ലെങ്കിൽ കാർഡിയോ വാസ്കുലർ ടെക്നോളജി. ഇതൊരു മറ്റൊരു ഡയഗ്നോസ്റ്റിക് പാരാമെഡിക്കൽ ഫീൽഡാണ്. പേര് പോലെ തന്നെ കാർഡിയോളജിയുമായി ബന്ധപ്പെട്ട കോഴ്സുകളാണ് ഇതിലുള്ളത്. ഇതിൽ പ്രധാനമായും ECG, എക്കോ, കാത്ത് ലാബ്, എക്സ്റേസ് എന്നിവയൊക്കെയാണ് കോഴ്സുകളായിട്ട് ഉള്ളത്. ഇതിൽ പലതരത്തിലുള്ള ഡിപ്ലോമ കോഴ്സുകളുണ്ട്. കാർഡിയാക് ടെക്നീഷ്യൻ കോഴ്സ്, ECG ടെക്നീഷ്യൻ കോഴ്സ്, എക്കോ ടെക്നീഷ്യൻ കോഴ്സ്, കൂടാതെ തന്നെ BSc കാർഡിയോവാസ്കുലർ ടെക്നോളജി എന്ന കോഴ്സും നിലവിലുണ്ട്. ഇതിൽ പ്രധാനമായിട്ട് ജോലി ലഭിക്കുന്നത് ഹോസ്പിറ്റലുകൾ, കാർഡിയാക് സെൻ്ററുകൾ, ICU അങ്ങനെയുള്ള മേഖലകളിലാണ്. നാലാമത്താണ് ഒഫ്താൽമിക് ടെക്നോളജി. ഇതിലും ഡിപ്ലോമ കോഴ്സുകൾ, ഡിഗ്രി കോഴ്സുകൾ, MSc കോഴ്സുകൾ, PhD വരെ നമുക്ക് ഈ ഒഫ്താൽമിക് ടെക്നോളജി കോഴ്സിൽ ചെയ്യാവുന്നതാണ്. ആദ്യകാലങ്ങളിൽ ഡിപ്ലോമ ഇൻ ഒഫ്താൽമിക് ടെക്നീഷ്യൻ, റിഫ്രാക്ഷനിസ്റ്റ് കോഴ്സുകൾ, അതേപോലെ തന്നെ ഓർത്തോപ്റ്റിസ്റ്റ് കോഴ്സുകൾ, അതായത് കോങ്കണ്ണുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ, കോൺടാക്ട് ലെൻസ് സ്പെഷ്യലിസ്റ്റ് കോഴ്സുകൾ, പിന്നീട് BSc ഒപ്റ്റോമെട്രി വന്നതുകൂടെ നമ്മൾ ഇവരെ ഒപ്റ്റോമെട്രിസ്റ്റുകൾ എന്നാണ് വിളിക്കുന്നത്. പിന്നീട് BSc ഒപ്റ്റോമെട്രി, MSc ഒപ്റ്റോമെട്രി, PhD ഒപ്റ്റോമെട്രി, ഡോക്ടർ ഇൻ ഒപ്റ്റോമെട്രി തുടങ്ങിയ കോഴ്സുകളൊക്കെ ഇന്ന് നിലവിലുണ്ട്. ഈ കോഴ്സ് കഴിഞ്ഞവർക്ക് ജോലി സാധ്യത എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ഷോപ്പുകൾ, ഒപ്റ്റിക്കൽ കമ്പനികൾ, ഹോസ്പിറ്റലുകൾ, ഐ ഹോസ്പിറ്റലുകളൊക്കെ നമുക്ക് ജോലി സാധ്യത വളരെയധികം ഉണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡയഗ്നോസ്റ്റിക് പാരാമെഡിക്കൽ ഫീൽഡാണ്. തെറപ്യൂട്ടിക് പാരാമെഡിക്കൽ ഫീൽഡുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.